ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ മൗനം പാലിക്കുകയാണ് പ്രധാനമന്ത്രിയും സർക്കാരുമെന്ന് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. മണിപ്പൂരിൽ 19 മാസമായി നടക്കുന്ന അക്രമങ്ങളെ തിരിഞ്ഞു നോക്കാത്ത പ്രധാനമന്ത്രിക്ക് ക്രിസ്തുമസ് ആഘോഷത്തിൽ പങ്കെടുത്ത് ഉദ്ഘോഷിക്കാൻ അർഹതയില്ലെന്നാണ് വേണുഗോപാൽ വിമർശിക്കുന്നത്. കോൺഗ്രസിന് ക്രിസ്തുമസ് ഒരു പാർട്ടി പരിപാടിയല്ല. ഒരു ഭാഗത്ത് പള്ളികളെ ആക്രമിച്ച് ആഘോഷങ്ങളെ തടസ്സപ്പെടുത്തുകയും മറുഭാഗത്ത് ക്രിസ്തുമസ് കാർഡുമായി പോകുകയും ചെയ്യുന്നതല്ല കോൺഗ്രസിന്റെ രീതി. ഒരുമിച്ച് എല്ലാ മതവിഭാഗങ്ങളെയും കൊണ്ടുപോകുന്ന രീതിയാണ് കോൺഗ്രസ് പിന്തുടരുന്നത്. RSS നേതാവ് മോഹൻ ഭാഗവതും പ്രധാനമന്ത്രി മോദിയും എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്നുവെന്ന പ്രതീതി മാത്രമാണ് ഉണ്ടാക്കുന്നത്. ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഭിന്നതയും സംഘർഷവും ഉണ്ടാക്കാനുള്ള വ്യക്തമായ ശ്രമങ്ങളാണ് അവർ നടത്തുന്നത്. കേരളത്തിൽ 2 ഇടത്താണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആളുകൾ അക്രമം നടത്തിയത്. ഇന്ത്യയിൽ എല്ലായിടത്തും ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളുടെ തുടർച്ചയാണിത്. ഈ സംഭവങ്ങളിൽ അപലപിക്കുന്നു. പൂരം കലക്കൽ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ നടപടി തീർത്തും ദുരൂഹമാണ്. തിരുവമ്പാടി ദേവസ്വം പൂരം കലക്കാൻ നേതൃത്വം നൽകിയെന്നത് വിശ്വസനീയമല്ല. DGP അംഗീകരിക്കാത്ത റിപ്പോർട്ടാണ് പുറത്തുവിട്ടിട്ടുള്ളത്. ഇന്ത്യ മുഴുവൻ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കുന്ന പ്രക്രിയയാണ് 2025 നടക്കാൻ പോകുന്നത്. അതിന് തുടക്കമാകാൻ പോകുന്നത് ബൽഗാവിയിലെ സമ്മേളനമാണ്. സംഘപരിവാർ പോലും പറയാൻ മടിക്കുന്ന വർഗീയതയാണ് CPM പോളിറ്റ് ബ്യൂറോ അംഗം പറയുന്നത്. അതിനെ ന്യായീകരിക്കാൻ പാർട്ടി സംവിധാനം മുഴുവനായും രംഗത്തിറങ്ങുന്നു. എങ്ങോട്ടാണ് CPM പോകുന്നതെന്നാണ് കെ.സി. വേണുഗോപാൽ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതേസമയം വിശ്വ ഹിന്ദു പരിഷത്ത് ആക്രമണത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നിരുന്നു. സംഘപരിവാർ സംഘടനകളെ രാജ്യമെമ്പാടും അഴിച്ചുവിട്ട് ക്രിസ്മസ് ആഘോഷങ്ങൾ കലക്കുകയും ക്രൈസ്തവ വിശ്വാസികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ട് ഡൽഹിയിൽ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരട്ടത്താപ്പിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്നാണ് ചെന്നിത്തല വിമർശിച്ചത്. കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്ക് പോലും ക്രിസ്തുമസ് ആഘോഷങ്ങൾ നിഷേധിക്കുകയും മണിപ്പൂരിലെ ക്രൈസ്തവരെ എരിതീയിലേക്ക് എറിഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ട് ഡൽഹിയിലിരുന്ന ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത്. രാജ്യത്തെ ക്രൈസ്തവർ അതിന് അദ്ദേഹത്തിന് ഒരിക്കലും മാപ്പ് നൽകില്ലെന്നാണ് ചെന്നിത്തല തുറന്നടിച്ചത്. അതേസമയം ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു നല്ലേപ്പിള്ളി സർക്കാർ UP സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷം തടയാൻ VHP പ്രവർത്തകർ ശ്രമിച്ചത്. ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി വേഷമണിഞ്ഞ് കരോൾ നടത്തുന്നതിനിടെയായിരുന്നു സംഭവം. കുട്ടികളുടെ മുന്നിൽ വെച്ച പ്രധാനാധ്യാപികയെയും അധ്യാപകരെയും ഇവർ അസഭ്യം പറയുകയും ചെയ്തു. ശ്രീകൃഷ്ണ ജയന്തിയാണ് ആഘോഷിക്കേണ്ടതെന്ന് പറഞ്ഞായിരുന്നു ഇവർ ആക്രമണം നടത്തിയത്. അധ്യാപകരുടെ വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്ത് പ്രകോപനപരമായി സംസാരിച്ചെന്നാണ് പ്രധാനാധ്യാപിക ചിറ്റൂർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. സംഭവത്തിൽ 3 പേർക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. VHPയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സ്കൂളിലേക്ക് ഐക്യദാർഢ്യ കരോൾ നടത്തിയിരുന്നു.